ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ വർക്കൗട്ട്സ് റീസ്റ്റാർട്ട് ചെയ്തേക്കാണ്. ആക്ച്വലി ഞാൻ അത്യാവശ്യം നന്നായിട്ടൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന ആളായിരുന്നു. പക്ഷേ എൻ്റെ കാലിന് ചെറിയ ഇഞ്ചുറി ഉണ്ടായിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് വർക്കൗട്ട്സ്, അതായത് ഹെവി വർക്കൗട്ട്സ്, വെയ്റ്റ് ലിഫ്റ്റിംഗ് ഒന്നും ചെയ്യരുതെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ അതുകൊണ്ട് കുറച്ച് നാളത്തെ ഒരു ഗ്യാപ്പ് എടുത്ത ശേഷം ഞാൻ വിചാരിച്ചു നമുക്കൊന്ന് വർക്കൗട്ട്സ് റീസ്റ്റാർട്ട് ചെയ്യാം. അതായത് ഞാൻ ജിമ്മിലൊന്നും ജോയിൻ ചെയ്തില്ല. നമ്മുടെ ഫ്ലാറ്റിൽ തന്നെ അത്യാവശ്യം ചെറിയൊരു ജിം സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ വന്നിട്ട് ജസ്റ്റ് ബോഡി ഒന്ന് മൂവ് ചെയ്യാം എന്നോർത്തു. ജസ്റ്റ് ഹാഫ് ആൻ അവർ വർക്കൗട്ട്, കാർഡിയോ അങ്ങനത്തെ മാത്രം, ഹെവി വർക്കൗട്ട്സ് ഒന്നുമില്ല. സോ ജോയിൻ വിത്ത് മീ ഗൈസ്. സോ ഡൺ വിത്ത് ടുഡേയ്സ് വർക്കൗട്ട്. സി, നല്ലോണം വേർത്തു. നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ ആക്ച്വലി നമുക്ക് വേർത്തൊക്കെ കഴിയുമ്പോഴത്തേനും. എനിക്കങ്ങനെയാണ് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെയാണെന്ന് ആണെങ്കിൽ കമൻറ്റ് ബിലോ. പിന്നെ ഞങ്ങൾ നേരെ ഫ്ലാറ്റിൻ്റെ മുകളിലുള്ള പൂളിലൊക്കെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ. കുറച്ച് സൺലൈറ്റൊക്കെ കൊണ്ടിരിക്കാമെന്ന് വെച്ചു. പിന്നെ ഞങ്ങൾ തിരിച്ച് ഫ്ലാറ്റിലെത്തിയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങുകയാണ്. ഇന്ന് റാഗി പുട്ടും അതേപോലെ കടലക്കറിയും ഉണ്ടാക്കാമെന്നാണ് കേട്ടോ ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. അങ്ങനെ റാഗിപ്പുട്ടിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ആവി പാർന്ന് റാഗിപ്പുട്ട് ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഗൈസ്. അതേപോലെ തന്നെ നല്ല തേങ്ങയൊക്കെ അരച്ച കടലക്കറിയും കൂടെ ഉണ്ടാക്കാമെന്നായിരുന്നു എൻ്റെ ഒരു പ്ലാൻ. എനിക്കെപ്പോഴും എന്തെങ്കിലും ഉണ്ടാക്കി അപ്പം തന്നെ ക്ലീൻ ചെയ്തിടുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബൾക്കായിട്ട് വലിയൊരു ക്ലീനിങ് അറ്റ് ലാസ്റ്റ് വരത്തില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നിങ്ങളും ഹാപ്പി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.